കൊമേഴ്സ് ഫോർ HSS യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഒന്നാം വർഷ അക്കൗണ്ടൻസിയുടെ ഒന്നാം അധ്യായമായ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. ഈ ഒരു അധ്യായത്തിൽ റോൾ ഓഫ് അക്കൗണ്ടിങ്, അതുപോലെ തന്നെ അസറ്റ്സ്, മീനിങ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിനകത്ത് ചർച്ച ചെയ്യും. അപ്പോൾ ലാസ്റ്റ് ക്ലാസ് നമ്മൾ പഠിച്ചത് അക്കൗണ്ടിങ് പഠിച്ചു, അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് പഠിച്ചു, അതേപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ ഓഫ് അക്കൗണ്ടിങ്, ക്വാളിറ്റേറ്റീവ് ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. അപ്പോൾ മഹേശ്വർ TV പറയൂ, വാട്ട് ഈസ് അക്കൗണ്ടിങ്? എന്താണ് Accounting is the process of identifying, measuring, and communicating the economic events ഇപ്പോൾ അക്കൗണ്ടിങ് എന്താണ്? ഐഡൻറ്റിഫൈങ്, റെക്കോർഡിങ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ് അല്ലേ, ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ അറ്റ് ലീസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇൻ്റർപ്രിറ്റിംഗ് ദ റിസൾട്ട്സ് ദെയറോഫ് അല്ലേ. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്? ഒന്ന് പറഞ്ഞത് to maintain the books of accounts or records of business transactions. Then to calculate profit or loss, to depiction of financial position of the business, to provide information to interested users. But next we are discussing about what are the role of accounting. Accounting has different roles, or it has some roles in business. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ, അനലൈസസ് എ മാസ് ഓഫ് ഡാറ്റ ഓഫ് എൻ എൻ്റർപ്രൈസ് ത്രൂ മെഷർമെൻറ്റ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് സമ്മറൈസേഷൻ. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? മെഷർ ചെയ്യുന്നു. ട്രാൻസാക്ഷൻസ് ആർ മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി. ദെൻ ഇറ്റ് ഈസ് റെക്കോർഡഡ്, ദെൻ ക്ലാസിഫൈഡ് ഓൺ ദ ബേസ് ഓഫ് ദെയർ നാച്ചർ ആൻഡ് സമ്മറൈസേഷൻ, ഫൈനൽ റിപ്പോർട്ട്. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ്ങിലെ ട്രാൻസാക്ഷൻസിൽ മാസ് ഡാറ്റ, ഒരുപാട് ഡാറ്റാസ് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് മെഷർ അളക്കുകയും അത് ക്ലാസിഫൈ വിഭജിക്കുകയും അതുപോലെ തന്നെ അത് എന്ത് ചെയ്യാം, സംക്ഷിപ്ത രൂപമായിട്ട് റിപ്പോർട്ടിൻ്റെ രൂപത്തിൽ കൊടുക്കുകയും ചെയ്യുന്നു. അത് നമ്മൾ അക്കൗണ്ടിങ്ങിലെ ഡാറ്റാസ്, എല്ലാ ഡാറ്റാസും നിന്ന് ഫിനാൻഷ്യൽ മെഷർമെൻറ്റ്, അതായത് മണീൻ്റെ ടേംസിൽ അല്ലെ പണത്തിൻ്റെ മൂല്യത്തിൽ അളക്കുകയും അവയെ റെക്കോർഡ് ചെയ്തവ എന്ത് ചെയ്യുന്നു? ക്ലാസിഫൈ ചെയ്യുന്നു, വിഭജിക്കുന്നത്. ഓരോ ഇതിൻ്റെ ബേസിൽ എന്ത് ചെയ്യുന്നു? വിഭജിക്കുന്നുണ്ട്. വിഭജിച്ച ട്രാൻസാക്ഷൻസ് പിന്നെ എന്ത് ചെയ്യുന്നു? സമ്മറൈസ് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്ത് സമ്മറൈസ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ വരുന്നത് റെഡ്യൂസസ് ദ ഡാറ്റ ഇൻ ടു റിപ്പോർട്ട്സ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് ഷോ ദ ഫിനാൻഷ്യൽ കണ്ടീഷൻസ് ആൻഡ് റിസൾട്ട്സ് ഓഫ് ഓപ്പറേഷൻസ് ഓഫ് ദി എൻ്റർപ്രൈസ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് ട്രാൻസാക്ഷൻസ് അല്ലെ ഒരുപാട് ഡാറ്റാസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ഈ റെക്കോർഡ് ചെയ്ത ഡാറ്റ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ഇൻ ടു റിപ്പോർട്ട്സ്, റിപ്പോർട്ടുകളുടെ രൂപത്തിൽ ചുരുക്കുകയാണ്. റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, പ്രസ്താവനകളോ അല്ലെങ്കിൽ റിപ്പോർട്ടുകളുടെയോ രൂപത്തിൽ ചുരുക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? വിച്ച് ഷോ ഫിനാൻഷ്യൽ കണ്ടീഷൻ, ബിസിനസ്സിൻ്റെ സാമ്പത്തിക നില, അതുപോലെ റിസൾട്ട് ഓഫ് ഓപ്പറേഷൻസ്, ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട്, റിസൾട്ട് എന്താണ്, അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്താണെന്ന് കാണിക്കാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ another role of accounting is to reduces the data into reports and statements which show the financial condition and result of operations of the enterprise. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലം, അതുപോലെ അതിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്ത് ചെയ്യുന്നു? റിപ്പോർട്ടുകളുടെ രൂപത്തിലും പ്രസ്താവനകളുടെ രൂപത്തിലും ചുരുക്കിക്കൊണ്ട് കാണിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. ദാറ്റ് ഈസ് another role of accounting. Next, third one, providing quantitative financial information and that helps the users in various ways. അപ്പോൾ നമ്മൾ എല്ലാ ട്രാൻസാക്ഷനും എന്താണ്? ഫിനാൻഷ്യൽ ഇൻഫർമേഷനാണ്, സാമ്പത്തിക വിവരങ്ങളാണ് അല്ലേ, ധനകാര്യ വിവരങ്ങളാണ്. അപ്പോൾ നമ്മളെല്ലാ പ്രവർത്തനങ്ങളും എന്ത് ചെയ്യുന്നു? പണത്തിൻ്റെ വാല്യൂവിൽ, പണത്തിൻ്റെ മൂല്യത്തിലാണ് അളക്കുന്നത്, പണത്തിൻ്റെ മൂല്യത്തിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ റെക്കോർഡ് ചെയ്യും അളക്കുകയും ചെയ്ത സാധനങ്ങൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ പിന്നീട്
എന്തെന്ന് പല ആളുകൾക്കും അല്ലെ പല യൂസേഴ്സിനും ആവശ്യമായ ഇൻഫർമേഷൻ കൊടുക്കുന്നത്. അപ്പോൾ അവർ പല രീതിയിൽ അത് ഉപകരിക്കുന്നു പറയും. ഇറ്റ് ഹെൽപ്സ് യൂസേഴ്സ് ഇൻ വേരിയസ് വേസ്. അപ്പോൾ അങ്ങനെ വരുമ്പം എന്താണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമായ ആളുകൾക്ക് എന്ത് ചെയ്യുന്നു, സാമ്പത്തിക വിവരങ്ങൾ, ധനകാര്യ വിവരങ്ങൾ നൽകുന്നു. അപ്പോൾ അതാണ് അനദർ റോൾ ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് information, quantitative financial information to the various users to take decisions in various situations. അപ്പോൾ പല സമയങ്ങളും ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ഉപയോക്താക്കൾക്ക് എന്ത് ചെയ്യുക, ആവശ്യമായ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു റോൾ ഓഫ് അക്കൗണ്ടിങ് പറയും. ദെൻ കളക്ട്സ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ്സ് ഇക്കോണമിക് ഇൻഫർമേഷൻ അബൌട്ട് ആൻ എൻ്റർപ്രൈസ്. ഇതായിരുന്നു ഒരു ബിസിനസ്സിൻ്റെ സാമ്പത്തിക ഇൻഫർമേഷൻ, സാമ്പത്തികമായ വിവരങ്ങൾ കളക്ട് ചെയ്യുക, ശേഖരിക്കുകയും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതെന്ത് ചെയ്യുക, ആവശ്യമായ ആളുകൾക്ക് നൽകുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അക്കൗണ്ടിങ് എന്ന് പറയുക. എന്നതൊരു റോൾ ഓഫ് അക്കൗണ്ടിങ് ഈസ്, അക്കൗണ്ടിങ് എന്ത് ചെയ്യുന്നു, നമ്മൾ എല്ലാ ട്രാൻസാക്ഷനും എന്താണ് ഇക്കണോമിക് ടേംസിൽ, അതായത് മണി ടേംസിലാണ് കളക്ട് ചെയ്യുന്നത്. ആ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രത്യേക രീതിയിൽ റെക്കോർഡ് ചെയ്യും. ആ റെക്കോർഡ് ചെയ്ത സാധനങ്ങൾ എന്ത് ചെയ്യുന്നു, പ്രത്യേക രീതിയിൽ സംക്ഷിപ്ത രൂപത്തിൽ അല്ലെങ്കിൽ എന്താ സമ്മറൈസ്ഡ് രൂപത്തിൽ അത് ആവശ്യമായ ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ കളക്ട്സ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ്സ് ഇക്കണോമിക് ഇൻഫർമേഷൻ അബൌട്ട് ദ എൻ്റർപ്രൈസ്. അപ്പോൾ ഒരു സ്ഥാപനത്തെക്കുറിച്ചുള്ള സാമ്പത്തിക വിവരങ്ങൾ ശേഖരിക്കുകയും അത് എന്ത് ചെയ്യുക, വിതരണം ചെയ്യുകയും ചെയ്യാറുള്ളതാണ് മറ്റൊരു അക്കൗണ്ടിങ്ങിൻ്റെ റോൾ. അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു റോളാണ് കളക്ട്സ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ്സ് ഇക്കണോമിക് ഇൻഫർമേഷൻ അബൌട്ട് എൻ എൻ്റർപ്രൈസ്. നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് ക്വാളിറ്റേറ്റീവ് ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. അത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, അക്കൗണ്ടിങ്ങിൽ എല്ലാ ട്രാൻസാക്ഷനും എന്താണ്, എല്ലാ ട്രാൻസാക്ഷനും സാമ്പത്തിക വിവരങ്ങൾ അല്ലെങ്കിൽ ധനകാര്യ വിവരങ്ങൾ, അതായത് പണത്തിൻ്റെ മൂല്യത്തിലാണ് അല്ലെങ്കിൽ പണത്തിൻ്റെ വിലയിലാണ് എന്ത് ചെയ്യുന്നത്, പണത്തിൻ്റെ വിലയിലാണ് നമ്മളെല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുകയും ആ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് നൽകുകയും ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് ക്വാളിറ്റേറ്റീവ് ക്വാളിറ്റീസ്. ഇപ്പോൾ ക്വാളിറ്റീസ് ഓഫ് എ മാനേജർ, ക്വാളിറ്റീസ് ഓഫ് എംപ്ലോയീസ്, ഇതൊന്നും നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുന്നില്ല, അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നില്ല. അപ്പോൾ നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, സാമ്പത്തികമല്ലാതെ ഇൻഫർമേഷൻസ്, ധനകാര്യമല്ലാതെ വിവരങ്ങൾ എന്ത് ചെയ്യില്ല, അക്കൗണ്ടിങ്ങിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് ഓൺലി എന്താ പറയുക ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഓർ ഇറ്റ് വിച്ച് ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി. പണത്തിൽ അളക്കാൻ പറ്റുന്ന വിവരങ്ങൾ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ, അത് മാത്രമേ നമ്മൾ മറ്റുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നോൺ ഫിനാൻഷ്യൽ സാമ്പത്തികേതര പ്രവർത്തനങ്ങൾ നമ്മൾ എന്ത് ചെയ്യില്ല, അക്കൗണ്ടിങ്ങിലൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഡ്രോബാക്സ് ആയിട്ട് നമുക്ക് കാണാം. നമ്മൾ ശ്രദ്ധിക്കാം, അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ചില പദങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അക്കൗണ്ടിങ് ടേംസ് ഓർ ബേസിക് ടേംസ് ഇൻ അക്കൗണ്ടിങ്. അതായത് നമ്മൾ ബിസിനസ്സിനകത്ത് ഇപ്പോൾ ബിസിനസ്സിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടാവും. ഇപ്പോൾ ബിസിനസ്സിലേക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അയാൾ ബിസിനസ്സിലേക്ക് ഗുഡ്സ് വാങ്ങിക്കുന്നു അല്ലെങ്കിൽ മെഷീനറി വാങ്ങിക്കുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ടാവും, അയാളുടെ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കുന്നു അല്ലേ. അയാളുടെ വീട്ടിലേക്ക് ചിലപ്പോൾ അരി വാങ്ങിക്കുന്നുണ്ടാവും, വെജിറ്റബിൾസ് വാങ്ങിക്കുന്നുണ്ടാവും, അയാളുടെ മകൻ്റെ ഫീസ് അടക്കുന്നുണ്ടാവും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, വ്യക്തിപരമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ രണ്ട് ട്രാൻസാക്ഷൻ നമ്മൾ ഒരേ ബുക്കിലാണ് റെക്കോർഡ് ചെയ്യുക? അല്ല അല്ല. ബിസിനസ്സിന് എന്ത് ചെയ്യണം, ബിസിനസ് ട്രാൻസാക്ഷൻ എന്ത് ചെയ്യണം, ബിസിനസ്സിന് സെപ്പറേറ്റ് ഒരു ബുക്ക് വേണം അല്ലേ. ബിസിനസ്സുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ ഒരു സെപ്പറേറ്റ് ബുക്ക് വേണം. അതുപോലെ തന്നെ ബിസിനസ്മാൻ അയാൾക്ക് സംബന്ധിച്ച് അയാളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ അയാൾക്ക് വേറെ ബുക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് ബിസിനസ് ഹാസ് എ സെപ്പറേറ്റ് എന്താണ്, അതിന് ഒരു സ്വന്തമായ നിലനിൽപ്പുണ്ട് അല്ലേ, എൻറ്റിറ്റി. അപ്പോൾ ദാറ്റ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് എൻറ്റിറ്റി. എൻറ്റിറ്റി മീൻസ് എ റിയാലിറ്റി ദാറ്റ് ഹാസ് എ ഡെഫിനിറ്റ് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ്. അപ്പോൾ എന്താണ് ബിസിനസ് എന്ന് എന്താണ്, ഇറ്റ് ഹാസ് എൻ ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ്, അതിന് സ്വന്തമായി നിലനിൽപ്പുണ്ട്. അപ്പോൾ ബിസിനസ്സുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ബിസിനസ്സിൻ്റെ ബുക്കിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ്, റിയാലിറ്റി ദാറ്റ് ഹാസ് എ ഡെഫിനിറ്റ് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ്, സ്വന്തമായി നിലനിൽപ്പുള്ള ഒരു സാധനത്തെ നമ്മൾ തരുന്നു ഒരു എൻറ്റിറ്റി എന്ന് പറയും. ഒരു സത്യമാണ്, ഒരു റിയാലിറ്റിയാണ്. അപ്പോൾ നമ്മളൊരു ബിസിനസ് തന്നെ ഒരു എൻറ്റിറ്റിയാണ്. അതിലിപ്പോൾ നിങ്ങൾ ഓരോ വ്യക്തികളും എന്താണ്, ഒരാൾക്കും അയാളുടെ സ്വന്തമായ പേരുകളുണ്ട് അല്ലേ, അയാൾക്ക് സ്വന്തമായ അഡ്രസ്സ് ഉണ്ടാവും, അവരുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്വന്തമായ ഇൻഫർമേഷൻസ് ഉണ്ട്. സോ ഈച്ച് ഇൻഡിവിജ്വൽ ഇൻ ദിസ് ക്ലാസ് ഈസ് എ എൻറ്റിറ്റി. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റുഡൻറ്റും എന്താണ്, ഒരു എൻറ്റിറ്റിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു
ബിസിനസ് ഓർഗനൈസേഷൻ എടുത്താൽ ഇറ്റ് ഈസ് എൻ എൻറ്റിറ്റി ബിക്കോസ് ഇറ്റ് ഹാസ് എ ഡെഫിനിറ്റ് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ്. അത് സ്വന്തമായിട്ടൊരു നിലനിൽപ്പില്ല. കാരണം ബിസിനസ്സുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളെല്ലാം എന്താണ് അതിൻ്റെ സെപ്പറേറ്റ് ബുക്കിൽ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ബിസിനസ്സിന് എന്ത് ചെയ്യാം, മറ്റുള്ള ആളുകൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ മേക്ക് കോൺട്രാക്ട് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുമായിട്ട് എന്ത് ചെയ്യുക, എഗ്രിമെൻറ്റ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ബിസിനസ്സിൽ വേണ്ടി എഗ്രിമെൻറ്റ് ഉണ്ടാക്കുമ്പോൾ അത് ബിസിനസ്സിൻ്റെ പേജിലാണ് എഗ്രിമെൻറ്റ് അല്ലേ, അല്ലാതെ ബിസിനസ്മാൻ്റെ പേജിലല്ല എഗ്രിമെൻറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വി ക്യാൻ സേ ബിസിനസ് എൻറ്റിറ്റി. ബിസിനസ് എൻറ്റിറ്റി എന്ന് പറയുന്നത് സ്പെസിഫിക്കലി ഐഡൻറ്റിഫയബിൾ ഇൻഡിവിജ്വൽ ബിസിനസ് എൻ്റർപ്രൈസ്. അപ്പോൾ ഒരു എന്താണ് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എന്താ പറയുക സ്വതന്ത്രമായ ഒരു ബിസിനസ് സ്ഥാപനത്തെ നമുക്ക് എന്താ പറയുക ഒരു ബിസിനസ് എൻറ്റിറ്റി എന്ന് പറയാം. അപ്പോൾ എൻറ്റിറ്റി എന്ന് എത്തിയുള്ളൂ എനിത്തിങ് വിച്ച് ഹാസ് എ സെപ്പറേറ്റ് എക്സിസ്റ്റൻസ്. സ്വന്തമായിട്ട് നിലനിൽപ്പുള്ള ഏതൊരു വസ്തുവിൽ നമുക്ക് ഒരു എൻറ്റിറ്റി എന്ന് പറയാം. സോ ബിസിനസ് ഈസ് എ എൻറ്റിറ്റി. അപ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു എൻറ്റിറ്റിയാണ്, ബിസിനസ് മാൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു എൻറ്റിറ്റിയാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ബിസിനസ്സിനകത്ത് അക്കൗണ്ടിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അക്കൗണ്ട് റെക്കോർഡ്സ് ഓൺലി ദോസ് ട്രാൻസാക്ഷൻസ് വിച്ച് ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി അല്ലേ. അപ്പോൾ എന്താണ് ട്രാൻസാക്ഷൻ? വാട്ട് ഈസ് മീൻ ബൈ ട്രാൻസാക്ഷൻ? അപ്പോൾ ട്രാൻസാക്ഷൻ മീൻസ് ആൻ ഇവൻറ്റ് ഇൻവോൾവിങ് സം വാല്യൂ ബിറ്റ്വീൻ ടു ഓർ മോർ എൻറ്റിറ്റീസ്. അപ്പോൾ നേരത്തെ നമ്മൾ എൻറ്റിറ്റി എന്താണെന്ന് പറഞ്ഞു അല്ലേ, ബിസിനസ് ഈസ് ആൻ എൻറ്റിറ്റി. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബിസിനസ് മറ്റൊരു ബിസിനസ്സിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാം അല്ലെ, നമ്മളിപ്പോൾ റോ മെറ്റീരിയൽസ് വാങ്ങിക്കാം അല്ലെ, ഫിനിഷ്ഡ് ഗുഡ്സ് വാങ്ങിക്കാം. അപ്പോൾ നമ്മുടെ നാട്ടിനകത്തുള്ള നാട്ടിലെ ചെറിയ ചെറിയ ഷോപ്പ് എടുത്തു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുന്നത്, അവർ മാർക്കറ്റിൽ പോയി അല്ലേ, അവിടെയുള്ളൊരു ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് സാധനം വാങ്ങിച്ച് കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ വിൽക്കുകയാണ്. അപ്പോൾ ദർ ഈസ് എ ഇവൻറ്റ്, അവർ സംഭവം നടക്കുകയാണ് അല്ലേ, ഇൻവോൾവിങ് സം വാല്യൂ. അപ്പോൾ അതിന് ചില വാല്യൂ ഉണ്ടാവും, മൂല്യമുണ്ട്. അപ്പോൾ നമ്മൾ സാധനം വാങ്ങിക്കുമ്പോൾ അതിന് നമ്മൾ വില കൊടുക്കും അല്ലേ, ഇറ്റ് ഹാസ് സം വാല്യൂ ബിറ്റ്വീൻ ടു എൻറ്റിറ്റീസ്. ഇപ്പോൾ നമ്മുടെ ബിസിനസ്സിന് നമ്മുടെ നാട്ടിലുള്ള ഷോപ്പും മാർക്കറ്റിലുള്ള ഷോപ്പും തമ്മിൽ എന്താണ് ഒരു ഇവൻറ്റ് നടക്കുക, അവിടെ ഒരു സംഭവം നടക്കുകയാണ്. അപ്പോൾ ദാറ്റ് ഈസ് കോൾഡ് എ ട്രാൻസാക്ഷൻ. അത് നമ്മൾ പറയുന്നത് ഒരു ട്രാൻസാക്ഷൻ, ഇടപാട്. അപ്പോൾ നമ്മൾ ബിസിനസ് അകത്ത് എന്താണ് ട്രാൻസാക്ഷൻസ്. അപ്പോൾ ട്രാൻസാക്ഷൻ മീൻസ് എന്താണ് an event involving some value between two or more entities. അപ്പോൾ രണ്ടോ അതിൽ കൂടുതൽ എൻറ്റിറ്റീസ് തമ്മിൽ നടക്കുന്ന ഒരു സംഭവമാണ് അല്ലെ, ഒരു എന്താണ് ഒരു ഇൻസിഡൻറ്റ്. ഇറ്റ് ഇൻവോൾവ് സം വാല്യൂ, അതിന് ചില വാല്യൂ ഉണ്ടാവും. അപ്പോൾ നമുക്കത് വാല്യൂവിൽ മണി വാല്യൂവിൽ മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പർച്ചേസ് ഗുഡ്സ് സാധനം വാങ്ങിക്കുന്നു. അപ്പോൾ സാധനം വാങ്ങിക്കുമ്പോൾ എന്താണ്, സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ അതിന് ഒരു പൈസ കൊടുക്കണം, ഒരു എമൗണ്ട് കൊടുക്കണം. സോ ഇറ്റ് ഹാസ് സം വാല്യൂ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ നാട്ടിലുള്ള ഷോപ്പാണ്, ആ ഷോപ്പുകാരൻ അവിടെ പോയി സാധനം വാങ്ങിക്കുന്നു. അപ്പോൾ വാങ്ങിക്കുമ്പോൾ അയാൾ നിന്നും പൈസ കൊടുക്കണം. അപ്പോൾ ഇറ്റ് ഹാസ് സം വാല്യൂ. അപ്പോൾ രണ്ട് എൻറ്റിറ്റീസ് തമ്മിലുള്ള ഒരു സംഭവമാണ് എന്ത്, അതിൻ്റെ മണിയിൽ നമുക്ക് വാല്യൂ ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ട്രാൻസാക്ഷൻ. ഇറ്റ് മേ ബി ക്യാഷ് ഓർ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. അപ്പോൾ ട്രാൻസാക്ഷൻ മേ ബി ടു ടൈപ്സ്, ക്യാഷ് ട്രാൻസാക്ഷൻ ഓർ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. എന്താണ് ക്യാഷ് ട്രാൻസാക്ഷനും ക്രെഡിറ്റ് ട്രാൻസാക്ഷനും? അപ്പോൾ നമ്മളിപ്പോൾ സാധനം വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ വീടിനടുത്തുള്ള ഷോപ്പാണെങ്കിൽ നമ്മൾ ഇന്ന് സാധനം വാങ്ങിച്ച് ചിലപ്പോൾ നീ പൈസ നാളെ കൊടുക്കും അല്ലേ, ചിലപ്പോൾ നമ്മൾ പൈസ കൊടുക്കും, പൈസ നാളെ തരാൻ പറയും, നമ്മൾക്ക് ഇപ്പോൾ പൈസ ഇല്ല നാളെ തരാൻ പറയും. അപ്പോൾ അവർ സമ്മതിക്കും. അപ്പോൾ ദാറ്റ് ട്രാൻസാക്ഷൻ ഈസ് കോൾഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. അപ്പോൾ അങ്ങനെ നമ്മൾ പൈസ കൊടുക്കാതെ തൽക്കാലം പൈസ കൊടുക്കില്ല, സാധനം വാങ്ങിക്കുന്നു, പൈസ പിന്നീട് കൊടുക്കുകയാണ്, അതിന് നമ്മൾ പറയാൻ എന്താണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ അറിയാം. നമ്മൾ സാധനം വാങ്ങിച്ച് അപ്പോൾ തന്നെ പൈസ കൊടുക്കാൻ ഇറ്റ് ഈസ് കോൾഡ് cash transaction. But there may be two types of transaction, cash transaction and credit transaction. ഇപ്പോൾ ട്രാൻസാക്ഷൻ എക്സാമ്പിളാണ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു സാധനങ്ങൾ വാങ്ങിക്കാം. പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ്, നമ്മൾ സാധനം കടമായിട്ട് വാങ്ങിക്കുമ്പോൾ നമ്മൾ പൈസ കൊടുക്കാനുള്ള ആളുകളാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയാം. അപ്പോൾ അവർക്ക് നമ്മൾ പൈസ കൊടുക്കുമ്പോൾ നമ്മൾ എന്താണ് അവിടെ ദർ വിൽ ബി എ മണി വാല്യൂ. റിസീവിങ് ക്യാഷ്, നമുക്ക് ആരെങ്കിലും പൈസ തരാണെങ്കിൽ അവർക്ക് നമ്മൾ പൈസ ലഭിക്കുന്നതാണെങ്കിൽ അതും എന്താണ് ഒരു ട്രാൻസാക്ഷനാണ്. അപ്പോൾ നമുക്ക് പറയാം ട്രാൻസാക്ഷൻ മീൻസ് ആൻ ഇവൻറ്റ് ഇൻവോൾവിങ് സം വാല്യൂ ബിറ്റ്വീൻ ടു ഓർ മോർ എൻറ്റിറ്റീസ്. രണ്ടോ അതിൽ കൂടുതലോ എൻറ്റിറ്റീസ് തമ്മിലുള്ള ഒരു ഇവൻ്റാണ് ട്രാൻസാക്ഷൻ, അത് വിച്ച് ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി. അത് നമുക്ക് പണത്തിൻ്റെ മൂല്യത്തിൽ വാല്യൂ ചെയ്യാൻ പറ്റണം, അല്ല അതിന് ഒരു മൂല്യം ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ മൂല്യമുള്ള ഒരു ഇവൻറ്റ് രണ്ട് സ്ഥാപനങ്ങളിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ നടക്കുകയാണ്, ദാറ്റ് ഈസ് കോൾഡ് എ ട്രാൻസാക്ഷൻ.
ട്രാൻസാക്ഷൻ മേ ബി ക്യാഷ് ഓർ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്. നെക്സ്റ്റ് വരുന്നത്, ഇപ്പം നമ്മൾ ഒരു ബിസിനസ് സ്ഥാപനത്തിനകത്ത് നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിക്കുക. നമ്മളിപ്പോൾ ഒരു ബിസിനസ്, പുതുതായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നിരിക്കാം. നിങ്ങൾ പുതുതായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് അതിനാവശ്യം, എന്തൊക്കെ വേണ്ടി വരും ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ? ഫിനാൻസ് വേണം. പിന്നെ നിങ്ങളൊരു ബിസിനസ്, ഒരു ഷോപ്പ് തുടങ്ങാതിരിക്കാം. അപ്പോൾ നിങ്ങൾ ഷോപ്പ് തുടങ്ങണമെങ്കിൽ നമുക്ക് പൈസ, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്. ഇപ്പോൾ 4 lakhs, ഒരു 10 lakh rupees നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ കയ്യിൽ 10 lakh rupees ഉണ്ട്. അപ്പോൾ 10 lakh rupees വെച്ച് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് വാങ്ങിക്കുക അതിനെ കൊണ്ട്, 10 lakh rupees കൊണ്ട്? പ്രൊഡക്റ്റ് വാങ്ങിക്കും. പിന്നെ സ്ഥലം വാങ്ങിക്കണം. പിന്നെ സ്ഥലം മാത്രം ഉണ്ടായാൽ മതിയോ? സാധനം വാങ്ങിക്കണം. പിന്നെ സാധനം എവിടെ വെച്ച് വെക്കുക? ഷോപ്പിൽ. ഷോപ്പ് എവിടെ നിന്ന് കിട്ടുമോ? ഷോപ്പാക്കണം. എന്ത് വേണം? ബിൽഡിംഗ് വേണം അല്ലേ? ബിൽഡിംഗ് വേണം. പിന്നെ ബിസിനസ് നടത്താനുള്ള അതിൻ്റെതായ പേപ്പേഴ്സ് വേണം. ഓക്കെ. അപ്പൊ ഈ സാധനങ്ങളൊക്കെ നമ്മൾ എങ്ങനെ അവിടെ വെക്കുക? വെക്കാൻ സ്ഥലം വേണ്ടേ? പ്ലേസ് വേണ്ടേ? പ്ലേസ് വേണോ? വേണം. അപ്പൊ നമ്മൾ ചില ഫർണിച്ചർ അല്ലേ, ഷെൽഫുകളൊക്കെ വേണ്ടി വരും. അപ്പൊ നമുക്ക് ബിൽഡിംഗ് വേണം അല്ലേ, ലാൻഡ് വേണം, സ്ഥലം വേണം, ഫർണിച്ചർ വേണം. അപ്പൊ ഇങ്ങനെ കുറെ സാധനങ്ങൾ വേണം അല്ലേ? അപ്പൊ നമ്മളൊരു ബിസിനസ്സിൽ ലാൻഡ് വേണം പറഞ്ഞു അല്ലേ? പിന്നെ നമ്മൾ പ്രൊഡക്ട്സ് വേണം, നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കണം അല്ലേ? അപ്പൊ ഇതിനൊക്കെ നമ്മൾ പൊതുവായിട്ട് പറയുന്ന പേരാണ് ഇക്കണോമിക് റിസോഴ്സസ്. ദേ ആർ കോൾഡ് ഇക്കണോമിക് റിസോഴ്സസ്, സാമ്പത്തിക സ്രോതസ്സുകൾ. ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടേംസ്. ഇപ്പൊ നമ്മൾ ഒരു ഷോപ്പ് വാങ്ങിക്കുമ്പോൾ ഷോപ്പിന് വില കൊടുക്കണ്ടേ, പൈസ കൊടുക്കണ്ടേ അല്ലേ? മോണിറ്ററി വാല്യൂ. നമ്മൾ ഫർണിച്ചർ വാങ്ങിക്കണം, ഫർണിച്ചറിന് ഇറ്റ് ഹാസ് സം മണി വാല്യൂ. നമ്മൾ ഗുഡ്സ് വിൽക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കുന്നു, അപ്പോൾ ഇറ്റ് ഹാസ് സം മണി വാല്യൂ. അപ്പോൾ ഇക്കണോമിക് റിസോഴ്സസ് ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടേംസ്. സച്ച് ഐറ്റംസ് ആർ കോൾഡ്, അത് നമ്മൾ പറയുന്ന പൊതുവായിട്ട് പേരുന്ന പേരാണ് അസറ്റ്സ്. ഐറ്റംസ് ഓഫ് വാല്യൂ യൂസ്ഡ് ബൈ ബിസിനസ് ഇൻ ഇറ്റ്സ് ഓപ്പറേഷൻസ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഐറ്റംസ്, സാധനങ്ങൾ. അതിന് നമ്മളതിൻ്റെ ഒരു വില നിശ്ചയിക്കും. അങ്ങനെയുള്ള ഐറ്റംസിന് അല്ലെ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരാണ് അസറ്റ്സ് എന്ന് പറയും. മലയാളത്തിൽ നമ്മൾ ആസ്തികൾ എന്ന് പറയും. അസറ്റ്സ്. അപ്പോൾ അസറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ലാൻഡ് അല്ലെ, നമ്മൾ സ്ഥലം വാങ്ങിക്കണം. ചിലപ്പോൾ നമ്മൾ സ്ഥലം വാങ്ങിയിട്ട് ബിൽഡിംഗ് എടുക്കാം. അപ്പോൾ ലാൻഡ് ഈസ് ആൻ അസറ്റ്. നമ്മളവിടെ പുതിയൊരു ബിൽഡിംഗ് എടുക്കുന്നു, ബിൽഡിംഗ് ഈസ് ആൻ അസറ്റ്. പിന്നെ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, കുറേ ഫർണിച്ചറുകളൊക്കെ അറേഞ്ച് ചെയ്യണം. നമുക്ക് ഈ സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് നല്ല ഷോക്കേസിലൊക്കെ വെക്കണം. അപ്പോൾ ഷോക്കേസ് വേണം, ഫർണിച്ചർ, ടേബിൾ വേണം, ചെയർ വേണം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വേണ്ടി വരും. അപ്പോൾ ഫർണിച്ചർ ഈസ് ആൻ അസറ്റ്. നമ്മൾ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കണം. സാധനങ്ങൾ അത് നമ്മളെന്താണ്, ഇറ്റ് ഈസ് ഓൾസോ എൻ അസറ്റ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഇക്കണോമിക് റിസോഴ്സസ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ ദ ബിസിനസ് ഫോർ ഇറ്റ്സ് ഓപ്പറേഷൻസ്. ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായി ഉപയോഗിക്കുന്ന സാമ്പത്തിക സ്രോതസ്സുകളെ നമുക്ക് എന്ത് ചെയ്യാം, പൊതുവായിട്ട് എന്താ പറയാം, അസറ്റ്സ് എന്ന് പറയാം. ആസ്തികൾ, മലയാളത്തിൽ നമ്മൾ ആസ്തികൾ എന്ന് പറയും. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ എന്തൊക്കെ സാമ്പത്തിക റിസോഴ്സുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ല എക്കണോമിക് റിസോഴ്സാണ് ഉപയോഗിക്കുന്നത്, ആ എക്കണോമിക് റിസോഴ്സിനെ നമുക്ക് എന്ത് ചെയ്യണം, പണത്തിൽ വാല്യൂ ചെയ്യാൻ പറ്റുന്ന എല്ലാ എക്കണോമിക് റിസോഴ്സുകളെയും നമ്മൾ എന്തായിട്ട് പറയും, അസറ്റ്സ് എന്ന് പറയും പൊതുവായിട്ട്. ഇത് നമ്മൾ നോക്കാം. അപ്പോൾ അസറ്റ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 2. ഒന്ന് കറണ്ട് അസറ്റ്സ്. Current assets means assets which are in the form of cash or easily convertible into cash within a year. അപ്പോൾ നമ്മളിപ്പോൾ ക്യാഷ്, നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് എ കറണ്ട് അസറ്റ്. അത് കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ, അസറ്റ്സ് വിച്ച് ആർ ഇൻ ദ ഫോം ഓഫ് ക്യാഷ്, ക്യാഷിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഓർ ഈസിലി കൺവേർട്ടബിൾ ഇൻ ടു ക്യാഷ്, പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന അസറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യാം, കറണ്ട് അസറ്റ്സ്. ഇപ്പോൾ നമുക്കൊരു ബിൽഡിംഗ് ഉണ്ട്, ബിൽഡിംഗ് നമുക്ക് പെട്ടെന്ന് വിൽക്കാൻ പറ്റുമോ? നമ്മളൊരു ബിൽഡിംഗ് വെക്കണം, അതേപോലെ സ്ഥലം വെക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വിൽക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ കുറച്ച് സമയം എടുക്കും അല്ലേ?
കാരണം അതിന് പറ്റിയ ആളെ കാണണം, നമ്മളെ വില നിശ്ചയിക്കണം, ഒരുപാട് സമയം എടുക്കും അല്ലേ. പക്ഷെ നമ്മളെ കയ്യിൽ ഇപ്പം കുറേ ഗുഡ്സ് ഉണ്ട്, സാധനങ്ങൾ ഇത് വിൽക്കാം. ഈ സാധനങ്ങൾ നമ്മൾ ഡെയിലി വിൽക്കുകയാണ് അല്ലേ, സാധനങ്ങൾ വിറ്റുകൊണ്ടിരിക്കുക, ഡെയിലി വിറ്റിരിക്കുക, വിൽക്കുകയാണ്. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യാം, പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാം. നമുക്ക് ഓരോ ദിവസം നമുക്ക് ഈ സാധനങ്ങൾ വിറ്റുകൊണ്ട് അതിനെ പണമാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഗുഡ്സ് ഈസ് എ കറണ്ട് അസറ്റ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാം. ഒന്ന് ക്യാഷോ അല്ലെങ്കിൽ ക്യാഷാക്കി മാറ്റാൻ പറ്റുന്നതോ, പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്നതോ സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, കറണ്ട് അസറ്റ്സ് എന്ന് പറയും. അപ്പോൾ നമ്മൾ നേരത്തെ സാധനങ്ങൾ കുറേ കടം കൊടുത്തു അല്ലേ. അപ്പോൾ കടം കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, പൈസക്ക് ചോദിക്കാം, അവർക്ക് നിന്ന് പൈസ പെട്ടെന്ന് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ദേ ആർ കറണ്ട് അസറ്റ്സ്. നമ്മളിപ്പോൾ ബാങ്കിൽ നമ്മൾ കുറച്ച് പൈസ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് പൈസ എക്സസ് വന്നു, ലാഭം ഉണ്ടായി. അപ്പോൾ ലാഭമുള്ള പൈസ നമ്മൾ എന്ത് ചെയ്തു, ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ നമുക്കത് എപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബാങ്കിൽ നിന്ന് എടുക്കാൻ പറ്റുമല്ലോ അല്ലേ. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ പോയിട്ട് എന്ത് ചെയ്യാം, ബാങ്കിൽ നിന്ന് നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ എപ്പോൾ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ക്യാഷ് അറ്റ് ബാങ്ക് ഈസ് എ കറണ്ട് അസറ്റ്. അപ്പോൾ കറണ്ട് അസറ്റ് എന്ന് വെച്ചുള്ളൂ അസറ്റ്സ് വിച്ച് ആർ ഇൻ ദ ഫോം ഓഫ് ക്യാഷ്, ക്യാഷിൻ്റെ രൂപത്തിലുള്ളതോ അല്ലെ പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്നതോ ആയ എല്ലാ അസറ്റുകളെയും നമുക്ക് എന്ത് ചെയ്യാം, കറണ്ട് അസറ്റ്സ് എന്ന് പറയാം. അതിന് എക്സാമ്പിൾ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്. പിന്നെയും ഉണ്ട്, നമുക്ക് ബാക്കി കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാം. ദർ മേ ബി നോൺ കറണ്ട് അസറ്റ്സ്, അസറ്റ്സ് അതർ ദാൻ കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റ്സ് അല്ലാതെ എല്ലാ അസറ്റ്സുകളെയും നമ്മൾ എന്ത് ചെയ്യും, നോൺ കറണ്ട് അസറ്റ്സ് പറയും. അപ്പോൾ അസറ്റ്സ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്, കറണ്ട് അസറ്റ്സ് ആൻഡ് നോൺ കറണ്ട് അസറ്റ്സ്. അപ്പോൾ കറണ്ട് അസറ്റ്സ് എന്ന് വെച്ചുള്ളൂ അസറ്റ്സ് വിച്ച് ആർ ഇൻ ദ ഫോം ഓഫ് ക്യാഷ്, ക്യാഷിൻ്റെ രൂപത്തിലുള്ളതോ പണത്തിൻ്റെ രൂപത്തിലുള്ളതോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക പെട്ടെന്ന് തന്നെ പണമാക്കി മാറ്റാൻ പറ്റുന്നതോ ആയ എല്ലാ അസറ്റുകളെയും നമ്മൾ കറണ്ട് അസറ്റ്സ് എന്ന് പറയും. നോൺ കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ അസറ്റ്സ് അതർ ദാൻ കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റ്സ് അല്ലാതെ മറ്റുള്ള എല്ലാ അസറ്റ്സിനെയും നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ പറഞ്ഞ ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി, ഫേർണിച്ചർ, ഇതൊക്കെ നമുക്ക് എന്താ പറ്റില്ല, പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള അസറ്റുകളെ നമ്മൾ എന്ത് ചെയ്യാം, നോൺ കറണ്ട് അസറ്റ്സ് എന്ന് പറയും. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ മെഷീനറി, ഗുഡ് വില്ലൊക്കെ പറഞ്ഞു. നെക്സ്റ്റ് കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റ്സ് നമ്മൾ വീണ്ടും പല വിഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാണ്. അതിലൊന്ന് വരുന്നത് കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് മീൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ ലെസ് ദാൻ 1 ഇയർ, ഒരു കൊല്ലത്തിൽ കുറഞ്ഞ കാലാവധിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ നമ്മളെ അക്കൗണ്ടുകൾ, പല രീതിയിലുള്ള അക്കൗണ്ടുകളുണ്ട്. നമുക്ക് ചിലപ്പോൾ നമുക്ക് ഒരു കുറച്ച് കാലത്തേക്ക് വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്യാം അല്ലേ പൈസ, അല്ലെങ്കിൽ നമുക്ക് കുറേ കാലത്തേക്ക് വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ ചില ഡെപ്പോസിറ്റുകൾ നമുക്ക് എപ്പോഴും വേണമെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, എപ്പോഴും വേണമെങ്കിൽ പിൻവലിക്കാം. അങ്ങനെ പല അക്കൗണ്ടുകളുണ്ട്. അപ്പോൾ കറണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ എ ലെസ് ദാൻ 1 ഇയർ, ഒരു വർഷത്തിൽ കുറഞ്ഞ കാലാവധിയുള്ള എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളെയും നമ്മൾ എന്ത് ചെയ്യാം, നിക്ഷേപങ്ങളെയും കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പറയാം. അപ്പോൾ കറണ്ട് അസറ്റ്സിൽ വരുന്ന ഒരു ഗ്രൂപ്പാണ് കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു വർഷത്തിൽ കുറഞ്ഞ കാലാവധിയുള്ള എല്ലാ നിക്ഷേപങ്ങളും എന്താണ്, കറണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് പറയാം. രണ്ടാമത് ഇൻവെൻറ്ററീസ്. ഇൻവെൻറ്ററീസ് മീൻസ് എന്താണ്, സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്. എന്താ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് എന്നാൽ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് നമ്മളൊരു വർഷം ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു 10 ലക്ഷം രൂപയുടെ സാധനം ഒരു വർഷം വാങ്ങിച്ചു എന്നിരിക്കാം. 10 ലക്ഷം രൂപയുടെ സാധനം വാങ്ങിച്ചു. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിങ് പീരിയഡ് അവസാനിക്കുന്നത് മാർച്ച് 31 എല്ലാ വർഷവും മാർച്ച് 31 നമ്മുടെ അക്കൗണ്ടിങ് പീരിയഡ് അവസാനിക്കുന്നത്. ഇപ്പോൾ ഈ മാർച്ച് 31 നമുക്ക് ഈ 10 ലക്ഷം രൂപയുടെ സാധനം നമ്മൾ വിറ്റ് തീർക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പോൾ there may be some goods which are unsold at the end of the accounting period. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് പീരിയഡിൻ്റെ അവസാനം എന്ത് ചെയ്യാം, ചില സാധനങ്ങൾ വിൽക്കാതിരിക്കും. അപ്പോൾ ആ വിൽക്കാതിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്. ഇറ്റ് ഈസ് കോൾഡ് ഇൻവെൻട്രീസ്. അതിന് പറഞ്ഞ മറ്റൊരു പേരാണ് ഇൻവെൻട്രീസ്, സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെൻട്രി. അപ്പോൾ ഇറ്റ് ഈസ് എ കറണ്ട് അസറ്റ്. എന്തുകൊണ്ടാണ് കറണ്ട് അസറ്റ്? നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഇത് വിൽക്കാം അല്ലേ. ഗുഡ്സ് നമുക്ക് ഏത് സമയത്ത് എന്ത് ചെയ്യാം, വിൽക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ ആളുകൾ എപ്പോഴും വരാം, നമുക്ക് ഡിമാൻഡ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എപ്പോഴും വേണമെങ്കിൽ എന്ത് ചെയ്ത് നമുക്ക് ക്യാഷാക്കി മാറ്റാം. സോ ഇൻവെൻട്രീസ് ഓർ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഈസ് എ കറണ്ട് അസറ്റ്. നെക്സ്റ്റ് വരുന്നത് ട്രേഡ് റെസ്യൂബിൾസ് അല്ലെങ്കിൽ ബിൽസ് റെസ്യൂബിൾസ്. ഇപ്പോൾ ട്രേഡ് റെസ്യൂബിൾസ് അല്ലെങ്കിൽ ബിൽസ് റെസ്യൂബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു 2 രീതിയിലുള്ള ട്രാൻസാക്ഷൻ ഉണ്ടാവും. ക്യാഷ് ട്രാൻസാക്ഷൻ ഉണ്ടാവും, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഉണ്ടാവും അല്ലേ. നമ്മൾ പണമായിട്ടും എന്ത് ചെയ്യാം, ബിസിനസ് നടത്താം, കടമായിട്ടും ബിസിനസ് നടത്താമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കടമായിട്ട് കൊടുക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു സാധനം വിറ്റ് കഴിഞ്ഞാൽ ഈ സാധനം വാങ്ങിച്ചാൽ നമുക്ക് പൈസ തരുന്നുള്ളതിന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം,
we will prepare a document. That document is called bills receivable. അപ്പോൾ നമ്മൾ ഈ ബിൽസ് റെസിവബിൾ എന്താണെന്നുള്ളത് നമ്മൾ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അടുത്ത് വരുന്ന ചാപ്റ്ററുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത്തിരി മനസ്സിലാക്കാം, നമ്മൾ നമ്മൾ സാധനം കടമായി വിറ്റു. അപ്പോൾ വിറ്റ പൈസ നമുക്ക് കിട്ടാൻ വേണ്ടി അത് നമ്മൾ ഒരു ഉറപ്പ് വരുത്താൻ വേണ്ടി തയ്യാറാക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് ബിൽസ് റെസിവബിൾ. അപ്പോൾ നമുക്ക് പൈസ തരാനുള്ള ആൾക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ പൈസക്ക് ചോദിക്കാം അല്ലേ. നമുക്കൊരാൾ പൈസ തരാനുണ്ടെങ്കിൽ നമുക്ക് അയാളുടെ എപ്പോൾ വേണമെങ്കിലും അയാൾക്ക് പൈസ കളക്ട് ചെയ്യാൻ പറ്റും. സോ ബിൽസ് റെസിവബിൾ ഈസ് ഓർ ട്രേഡ് റെസിവബിൾ ഈസ് കറണ്ട് അസറ്റ്. അപ്പോൾ നമുക്കത് എപ്പോഴും എപ്പോൾ വേണമെങ്കിലും ക്യാഷാക്കി മാറ്റാം. സോ ഇറ്റ് ഈസ് കോൾഡ് എ കറണ്ട് അസറ്റ്. നെക്സ്റ്റ് മറ്റൊന്ന് വരുന്നത് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്. ക്യാഷും ക്യാഷ് തുല്യമായ വസ്തുക്കളും, അത് ഞാൻ നേരത്തെ പറഞ്ഞ ക്യാഷ് ഇൻ ഹാൻഡ്, നമ്മുടെ കയ്യിലുള്ള പൈസ. അത് നമ്മൾ പിന്നെ ക്യാഷാക്കി മാറ്റേണ്ട ആവശ്യമില്ല. ഉണ്ടോ? നമ്മുടെ കയ്യിൽ ഇപ്പോൾ 10,000 രൂപ ഉണ്ട്. ആ പൈസ 10,000 രൂപ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലേ. അത് ക്യാഷ് അറ്റ് ബാങ്കിലുള്ള പൈസ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ പോയിട്ട് എടുക്കാം. അപ്പോൾ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ഈസ് അനദർ കറണ്ട് അസറ്റ്സ്. ക്യാഷും ക്യാഷിന് തുല്യമായ വസ്തുക്കളും. അപ്പോൾ ഇത് പ്രധാനമായിട്ട് വരുന്നത് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്. നമ്മുടെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ അക്കൗണ്ടിലെ പൈസ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം. അപ്പോൾ ക്യാഷ് അറ്റ് ബാങ്ക് ആൻഡ് ക്യാഷ് ഇൻ ഹാൻഡ് ഈസ് അനദർ കറണ്ട് അസറ്റ്. അപ്പോൾ മറ്റൊരു കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ഇപ്പോൾ ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസ്മെൻറ്റ് എ ലോൺ ഈസ് ഗിവൺ ടു എംപ്ലോയീസ് ഓർ അതേഴ്സ് ഫോർ എ പീരീഡ് ഓഫ് ലെസ് ദാൻ 1 year. അപ്പോൾ ഒരു വർഷത്തിൽ കുറഞ്ഞ കാലാവധിയുള്ള ഒരു ലോൺ നമ്മൾ കൊടുക്കുകയാണ്, അങ്ങോട്ട് കൊടുക്കുന്നതാണ്, ഇങ്ങോട്ട് നമ്മൾ വാങ്ങിക്കുന്നില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, എംപ്ലോയീസിന് തൽക്കാലം എന്ത് ചെയ്യാം, വായ്പ കൊടുക്കാം. അല്ലെങ്കിൽ മറ്റുള്ള ആർക്കെങ്കിലും നമ്മൾ വായ്പ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കാലാവധി ഒരു വർഷത്തിൽ കുറവാണെങ്കിൽ അങ്ങനെയുള്ള ലോണുകളെയാണ് നമ്മൾ എന്ത് ചെയ്യാം, ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ് എന്നോട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് അതർ കറണ്ട് അസറ്റ്സ്. ഇതിലൊന്നും പെടാതെ ബാക്കിയുള്ള എല്ലാ അസറ്റ്സുകളും നമ്മൾ അതർ കറണ്ട് അസറ്റ്സ് പറയും. അപ്പോൾ കറണ്ട് അസറ്റ്സ് നമ്മൾ പൊതുവെ നോക്കുക. ഒന്ന് കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ എന്താ ഒരു കൊല്ലത്തിൽ കുറഞ്ഞ നിക്ഷേപങ്ങൾ, അത് നമുക്ക് എന്താ ഒരു വർഷത്തിൽ അതൊക്കെ എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ. ദെൻ ഇൻവെൻട്രീസ് മീൻസ് എന്താണ്, ഗുഡ്സ് അൺസോൾഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി അക്കൗണ്ടിംഗ് പീരിയഡ്. നമ്മൾ ഒരു വർഷത്തിൻ്റെ അവസാനം വിൽക്കാതെ ബാക്കി നിൽക്കുന്ന ഗുഡ്സിനാണ് നമ്മൾ ഇൻവെൻട്രിയിലെ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് പറയും. അത് നമുക്ക് എപ്പോഴും വേണമെങ്കിൽ ഡെബിറ്റ് ക്യാഷ് ആക്കാൻ പറ്റും. പിന്നെ ബിൽസ് റെസീവബിൾ ആണ്. ബിൽസ് റെസീവബിൾ ആർ ട്രേഡ് റെസീവബിൾസ് ഫ്രം കസ്റ്റമേഴ്സ് ടു ഹും ഗുഡ്സ് ആർ സോൾഡ് അറ്റ് ക്രെഡിറ്റ്. നമ്മൾ കസ്റ്റമേഴ്സിന് ഇതാ ഉപഭോക്താവിന് കടമായി സാധനം വിൽക്കുകയാണെങ്കിൽ അവർക്ക് ലഭിക്കുന്ന എന്താണ് റെസീവബിൾസ്. അത് നമുക്ക് എപ്പോഴും വേണമെങ്കിൽ അവരുടെ പൈസക്ക് ചോദിക്കാം. സോ ഇറ്റ് ഈസ് എ കറണ്ട് അസറ്റ്. നെക്സ്റ്റ് വരുന്നത് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്. പണവും പണത്തിന് തുല്യമായ വസ്തുക്കളും. അതിന് പ്രധാനമായിട്ട് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്. ബാങ്കിലുള്ള പൈസ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം. അതുപോലത്തെ കയ്യിലുള്ള ക്യാഷ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. നെക്സ്റ്റ് ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആണ്. അഡ്വാൻസ് ആൻഡ് ലോൺസ് ഗിവൺ ടു എംപ്ലോയീസ് ഓർ അതേഴ്സ് ഫോർ എ പീരിയഡ് ഓഫ് ലെസ് ദാൻ 1 year. ഒരു വർഷത്തിൽ കുറഞ്ഞ കാലാവധിയുള്ള ലോണുകൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ഒന്നുകിൽ തൊഴിലാളികൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കോ നമ്മൾ എന്ത് ചെയ്യാം, ഒരു വർഷത്തിൽ കുറഞ്ഞ കാലാവധിയുള്ള ലോണുകൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള നമ്മൾ ലോണുകൾ എന്ത് ചെയ്യാം, നമുക്ക് ഒരു വർഷത്തേക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. സോ ഇറ്റ് ഈസ് ഓൾസോ എ കറണ്ട് അസറ്റ്സ്. പിന്നെ അതർ കറണ്ട് അസറ്റ്സ്, ഇതൊന്നും പെടാതെ മറ്റുള്ള എല്ലാത്തിനെയും നമ്മൾ അതർ കറണ്ട് അസറ്റ്സ് എന്നുള്ള ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താം. അപ്പോൾ കറണ്ട് അസറ്റ്സ് എന്ന് വെച്ചുള്ളൂ assets which are equivalent to cash or which can be easily converted into cash within a short period of less than 1 year. അപ്പോൾ ഒരു കൊല്ലത്തിൽ ഇടയ്ക്ക് പണമാക്കി മാറ്റാൻ പറ്റുന്ന എല്ലാ അസറ്റുകളെയും നമ്മൾ എന്ത് ചെയ്യാം, കറണ്ട് അസറ്റ്സ് എന്ന് പറയാം. നോൺ കറണ്ട് അസറ്റ്സ്. ഇപ്പോൾ നോൺ കറണ്ട് അസറ്റ്സ് നമ്മൾ പറഞ്ഞു അസറ്റ്സ് അതർ ദാൻ കറണ്ട് അസറ്റ്സ് അല്ലേ. കറണ്ട് അസറ്റ്സ് അല്ലാതെ എല്ലാ അസറ്റുകളെയും നമ്മൾ എന്ത് ചെയ്യും, നോൺ കറണ്ട് അസറ്റ്സ് പറയും. അതിൽ അസറ്റ്സ് ഒന്നാമത് വരുന്നത് ഫിക്സഡ് അസറ്റ്. അസറ്റ്സ് ഹെൽഡ് ഫോർ ലോങ് ടേം. ഇപ്പോൾ നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കി നമ്മൾ ഒരു വർഷത്തേക്കാണോ ബിൽഡിംഗ് ഉണ്ടാക്കുന്നത്? ആണോ? അപ്പോൾ നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ നമ്മളത് ഒരുപാട് വർഷം ഉപയോഗിക്കും അല്ലേ, കുറേ കാലത്ത് ഉപയോഗിക്കും. അപ്പോൾ നമ്മളൊരു മെഷീനറി വാങ്ങിക്കുന്നു, മെഷീനറി നമ്മൾ കുറേ കാലത്ത് ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് കാലത്തേക്ക് ഉപയോഗിക്കുന്ന അസറ്റുകളെ നമ്മൾ എന്ത് ചെയ്യാം, ഫിക്സഡ് അസറ്റ്സ് ആണ്. അസറ്റ്സ് വിച്ച് ആർ യൂസ്ഡ് ഫോർ ലോങ് പീരിയഡ് ഓഫ് ടൈം, സേ മോർ ദാൻ 1 year. ഒരു വർഷത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്ന എല്ലാ അസറ്റുകളെയും നമ്മൾ എന്ത് ചെയ്യും, ഫിക്സഡ് അസറ്റ് എന്ന് പറയും. അപ്പോൾ എക്സാമ്പിൾ ബിൽഡിങ്, ലാൻഡ്, മെഷീനറി,
ഫേർണിച്ചർ, ഇതൊക്കെ എന്താണ്? ഫിക്സഡ് അസറ്റ് ആണ്. നെക്സ്റ്റ് വരുന്നത് നോൺ കറന്റ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻവെസ്റ്റ്മെന്റ് മോർ ദാൻ 1 ഇയർ, ഒരു വർഷത്തിൽ കൂടുതൽ വരുന്ന എല്ലാ ഇൻവെസ്റ്റ്മെന്റുകളെയും എന്ത് ചെയ്യാം? നോൺ കറന്റ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ നേരത്തെ കറന്റ് ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞു. കറന്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ നമ്മളിപ്പോൾ ചിലപ്പോൾ 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ എന്ത് ചെയ്യാം? നിക്ഷേപിക്കാം. അപ്പോൾ അങ്ങനെ ഒരു വർഷത്തിൽ കൂടുതൽ കാലാവധിയുള്ള എല്ലാ നിക്ഷേപങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാം? നോൺ കറന്റ് ഇൻവെസ്റ്റ്മെന്റ്. ഇറ്റ് ഈസ് എ നോൺ കറന്റ് അസറ്റ്. പിന്നെ വരുന്നത് ഡെഫേർഡ് ടാക്സ്. ഇപ്പോൾ ഡെഫേർഡ് ടാക്സ് എന്ന് പറയുന്നത് ഡെഫേർഡ് ടാക്സ് ടു ബി റീഫണ്ടഡ്. അത് നമ്മളിപ്പോൾ ഗവൺമെന്റിലേക്ക് GST എന്ന് പറഞ്ഞാൽ നമുക്ക് GST ഇങ്ങോട്ട് കിട്ടാനുണ്ടാവും. ഇൻപുട്ട് GST ഉണ്ട്, ഔട്ട്പുട്ട് GST. അത് നമ്മൾ പിന്നീട് പഠിക്കുന്നതാണുള്ളത്. അപ്പോൾ നമ്മൾ പൈസ ടാക്സ് കളക്ട് ചെയ്യാനുണ്ടാവും. അതുപോലെ നമ്മൾ എന്ത് ചെയ്യാം? അങ്ങോട്ട് കൊടുക്കാനുണ്ടാവും, ഇങ്ങോട്ട് കിട്ടാനുണ്ടാവും. അപ്പോൾ നമുക്ക് കിട്ടാനുള്ള പൈസയാണ് എന്താണ്? ഇപ്പോൾ ചിലപ്പോൾ ഗവൺമെൻറ്റിൽ നമ്മൾക്കിപ്പോൾ നമ്മൾ കുറേ സാധനം വിറ്റു, കുറേ സാധനം നമ്മൾ വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ ടാക്സ് കൊടുക്കണം, വിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് കസ്റ്റമേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് വരുന്ന എമൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഗവൺമെൻറ്റിലേക്ക് അടക്കേണ്ടത്. അപ്പോൾ ചിലപ്പോൾ ഗവൺമെൻറ് ഇങ്ങോട്ടേക്ക് നമുക്ക് പൈസ തരാതായിരിക്കും. അപ്പോൾ അങ്ങനെ തരാനുള്ള പൈസയാണ് ഡെഫേർഡ് ടാക്സ് എന്ന് പറയും. ടാക്സ് ടു ബി റീഫണ്ട്, നമുക്ക് തിരിച്ചു കിട്ടാനുള്ള പൈസ. ഗവൺമെൻറ്റിൽ നിന്നും നമുക്ക് തിരിച്ചു കിട്ടാനുള്ള പൈസയാണ് ഡെഫേർഡ് ടാക്സ് എന്ന് പറയും. അപ്പോൾ നമുക്കത് തിരിച്ചു ഇങ്ങോട്ട് കിട്ടുന്ന പൈസയാണ്. അപ്പോൾ കിട്ടാനുള്ളതാണ് നമ്മൾ അതിന് നോൺ കറണ്ട് അസറ്റ്സിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ വരുന്നത് ലോങ് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഷോർട്ട് ടേം ലോൺസ് ആണ്. ഷോർട്ട് ടേം ലോൺസ് നമ്മൾ കുറച്ച് കാലത്തേക്കുള്ള ലോൺ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ലോങ് ടേം ലോൺ, എംപ്ലോയീസിന് 5 വർഷത്തേക്കുള്ള ഹൗസിംഗ് ലോൺ കൊടുക്കാം. ലോൺസ് ഗിവൺ ഫോർ മോർ ദാൻ 1 ഇയർ. 10 വർഷത്തേക്കോ 20 വർഷത്തേക്കോ എന്ത് ചെയ്യാം? എംപ്ലോയീസിന് ലോൺ കൊടുക്കാം. അപ്പോൾ അവരുടെ ശമ്പളത്തിൽ നമ്മൾ കുറേശ്ശെ ഓരോ മാസം എന്ത് ചെയ്യാം? റിക്കവറി തിരിച്ചു പിടിക്കും. അപ്പോൾ അങ്ങനെയുള്ള ലോണുകളെ നമുക്ക് എന്ത് ചെയ്യാം? ലോങ് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസ്, വിച്ച് ഈസ് എ നോൺ കറന്റ് അസറ്റ്. അപ്പോൾ നമ്മൾ എന്താണ്? ഓരോ വർഷവും നമ്മൾ അടക്കുന്ന പൈസ ഓരോ വർഷവും നമ്മൾ എന്ത് ചെയ്യാം? ഒരു വർഷത്തിൽ കൂടുതൽ കാലാവധിയുള്ള എല്ലാ ലോണുകളെയും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ആർക്കും എംപ്ലോയീസിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ലോണുകളെ നമ്മൾ ലോങ് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ് പറയും. പിന്നെ വരുന്നത് അതർ നോൺ കറന്റ് അസറ്റ്സ്. ഇതിൽ പെടാതെ ബാക്കിയുള്ള എല്ലാ വിഭാഗവും നമുക്ക് അതർ നോൺ കറന്റ് അസറ്റ്സ് എന്നുള്ള വിഭാഗത്തിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നോൺ കറന്റ് അസറ്റ്സ് നമ്മൾ പ്രധാനമായിട്ടും ഡിവൈഡ് ചെയ്യുന്ന ഒന്ന് ഫിക്സഡ് അസറ്റ് ആണ്. അത് നമ്മൾ പ്രധാനമായിട്ടും വരുന്ന ഫിക്സഡ് നോൺ കറന്റ് അസറ്റ്സിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു വിഭാഗമാണ് ഫിക്സഡ് അസറ്റ്. അസറ്റ് ഹെൽസ് ഫോർ എ ലോങ് ടേം പീരിയഡ്, സേ മോർ ദാൻ 1 ഇയർ. ഒരു വർഷത്തിൽ കൂടുതൽ കാലാവധിയുള്ള എല്ലാ അസറ്റുകളെയും നമുക്ക് എന്താ പറയാം? ഫിക്സഡ് അസറ്റ്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചർ, മെഷീനറി, ഇതൊക്കെ എന്താണ്? ഫിക്സഡ് അസറ്റ്സ് ആണ്. നോൺ കറന്റ് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ പറഞ്ഞു ഇൻവെസ്റ്റ്മെന്റ് ഫോർ മോർ ദാൻ 1 ഇയർ. ഒരു വർഷത്തിൽ കൂടുതലുള്ള നിക്ഷേപങ്ങളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നോൺ കറന്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. പിന്നെ നമ്മൾ പറഞ്ഞത് ഡെഫേർഡ് ടാക്സ് ആണ്. ഡെഫേർഡ് ടാക്സ് ടു ബി റീഫണ്ട്. ഗവൺമെന്റിൽ നിന്ന് നമുക്ക് തിരിച്ച് റീഫണ്ട് കിട്ടാനുള്ള ടാക്സിനെ നമ്മൾ എന്ത് ചെയ്യാം? ഡെഫേർഡ് ടാക്സ് ആണ്. നമ്മൾ GST വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ടാക്സ് അങ്ങോട്ട് കൊടുക്കാനുണ്ടാവും, ഇങ്ങോട്ട് കിട്ടാനുണ്ടാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ ബാലൻസ് നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളതാണെങ്കിൽ അങ്ങനെയുള്ള ടാക്സിനെ നമ്മൾ ഡെഫേർഡ് ടാക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലോങ് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസ്. അപ്പോൾ നമ്മളിപ്പോൾ എംപ്ലോയീസിനോ അല്ലെ മറ്റുള്ള ആൾക്കോ ഒരു വർഷത്തിൽ കൂടുതൽ കാലാവധിയുള്ള ലോണുകൾ കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഹൗസിംഗ് ലോൺ കൊടുക്കുക എംപ്ലോയീസിന് ഫോർ എ പീരിയഡ് ഓഫ് ഫോർ എക്സാമ്പിൾ 10 years or 20 years. അപ്പോൾ അവർ 20 വർഷം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള ലോണുകളെ നമ്മൾ എന്ത് ചെയ്യാം? ലോങ് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നും പെടാതെ ബാക്കിയുള്ള എല്ലാ നോൺ കറന്റ് അസറ്റ്സുകളെയും നമ്മൾ അതർ നോൺ കറന്റ് അസറ്റ്സ് എന്നുള്ള ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫിക്സഡ് അസറ്റ്സ് ക്യാൻ അഗെയിൻ ക്ലാസിഫൈ ഇൻടു 2 groups. One is tangible assets and intangible assets. Tangible assets means which assets which can be seen and touched. അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നു, കൈകൊണ്ട് ടച്ച് ചെയ്യാൻ പറ്റും, നമുക്ക് സ്പർശനത്തോടെ അറിയാൻ പറ്റുന്നതുമായ ആസ്തികളെയാണ് നമ്മൾ ടാൻജിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബിൽഡിംഗ്, ലാൻഡ്, ഫേർണിച്ചർ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? We can see and touch. Such assets are called tangible assets. Then another one is intangible assets. Assets which cannot be seen and touched.
നമ്മൾ കാണാനോ കണ്ണുകൾ കൊണ്ട് നമ്മുടെ മനുഷ്യൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാനോ നമുക്ക് സ്പർശിക്കാനോ പറ്റാത്ത അസറ്റുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള ലോങ് ടേം അസറ്റ്സ് അല്ലെങ്കിൽ ഫിക്സ്ഡ് അസറ്റുകളാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. അത് നമ്മൾ വരുന്നത് എക്സാമ്പിൾ ഗുഡ് വില്ല്, പേറ്റൻറ്റ്. ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കുന്നതിനുള്ള പേറ്റൻറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കത് കാണാൻ പറ്റില്ല. അതുപോലെ ഇപ്പം നമ്മളൊരു സ്ഥാപനം ഒരുപാട് വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് എ ഗുഡ് വിൽ, ഗുഡ് നെയിം, റെപ്യൂട്ടേഷൻ. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റില്ല. ഇറ്റ് ഹാസ് സം വാല്യൂ ബട്ട് വി കനോട്ട് സീ ഇറ്റ് ഓർ ടച്ച് ഇറ്റ്. Such assets are called intangible assets. Another classification is capital work in progress. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി ഒരു ബിൽഡിംഗ് നിർമ്മിക്കുകയാണെന്നിരിക്കാം. അപ്പോൾ നമ്മൾ ബിൽഡിംഗ് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ വർക്ക് നമുക്ക് ചിലപ്പോൾ ഒരു വർഷം കൊണ്ടോ അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലാവധിക്ക് മുമ്പേ തീർക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ഈ വർഷം ഒരു ബിൽഡിംഗ് എടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ കുറേ ചിലവുകളുണ്ടായി. ഇപ്പോൾ മെറ്റീരിയൽസ് കുറേ വാങ്ങിച്ചു, കുറേ ലേബേഴ്സ് ഉണ്ടായി, അതുപോലെ മറ്റ് ചിലവുകളൊക്കെ ഉണ്ടായി. നമ്മളിപ്പോൾ ഒരു 5 or 6 നിലയുള്ള ഒരു ബിൽഡിംഗ് എടുക്കുന്നതായിരിക്കാം. അപ്പോൾ നമുക്ക് 2 നിലയെ ഈ വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ആ 2 നിലയിലെ മുഴുവൻ വർക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. നമുക്കൊരു ഇപ്പം ഒരു 50 lakhs rupees വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള അസറ്റുകളാണ്. അപ്പോൾ നമ്മളത് ബിൽഡിംഗ് കംപ്ലീറ്റ് ആയില്ല. ബിൽഡിംഗ് കംപ്ലീറ്റ് ആകുന്നത് നമുക്ക് ബിൽഡിംഗ് അക്കൗണ്ടിലേക്ക് അത് ഉൾപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ നമ്മൾ വി ഹാവ് ഇൻകേർഡ് സം എക്സ്പെൻസ്. അപ്പോൾ അങ്ങനെയുള്ള അസറ്റുകളെ നമ്മൾ പറഞ്ഞത് ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ്. അസറ്റ്സ് വിച്ച് കനോട്ട് ബി കംപ്ലീറ്റ്ലി യൂസ്ഫുൾ. നമുക്കത് പൂർണ്ണമായി ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ എത്തിയിട്ടില്ല, പക്ഷേ വി ഹാവ് സ്പെൻഡ് സം എക്സ്പെൻസ്. അതിനുവേണ്ടി നമ്മൾ കുറച്ച് ചിലവുകൾ അല്ലെങ്കിൽ കുറേ എമൗണ്ട് ചിലവാക്കിയിട്ടുണ്ട്, പക്ഷേ അത് നമുക്ക് നേരിട്ടില്ല ഒരു അസറ്റ് എന്നുള്ള രീതിയിൽ പൂർണ്ണമായിട്ട് ഉപയോഗിക്കേണ്ട രൂപത്തിൽ എത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അതിന് വേണ്ടി ചിലവാക്കിയ തുകയെ നമ്മൾ എന്ത് ചെയ്യും, ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്നുള്ള ഒരു ഹെഡിങ്ങിലാണ് ഉൾപ്പെടുത്തുന്നത്. ഫിക്സ്ഡ് അസറ്റിൽ തന്നെ ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ്. നെക്സ്റ്റ് വരുന്നത് ഇൻടാഞ്ചിബിൾ അണ്ടർ ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് പേറ്റൻറ്റ്. അപ്പോൾ പേറ്റൻറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷേ നമ്മൾ പേറ്റൻറ്റ് എടുക്കേണ്ട രീതിയിലേക്ക് എത്തില്ല. നമുക്ക് പേറ്റൻറ്റ് ലഭിച്ചില്ല. ബട്ട് വി ഹാവ് സ്പെൻഡ് സം മണി അറ്റ് ദി എൻഡ് ഓഫ് ദിസ് അക്കൗണ്ടിങ് പീരിയഡ്. അപ്പോൾ നമ്മളൊരു 10 lakhs അല്ലെങ്കിൽ 50 lakhs rupees നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ചിലവാക്കിയിട്ടുണ്ട്. പേറ്റൻറ്റ് ലഭിക്കുന്നതിന് വേണ്ടി ഉള്ള റിസർച്ചും ഡെവലപ്മെൻറ്റ്സും ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ട് എക്സ്പെൻസ് ചിലവാക്കിയിട്ട്, പക്ഷേ അത് നമുക്കറിയില്ല, പേറ്റൻറ്റ് ലഭിച്ചില്ല. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും നമ്മൾ പൈസ ഈ വർഷത്തിൻ്റെ അവസാനത്തേക്ക് ചിലവാക്കിയിട്ടുണ്ട്, പക്ഷേ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, പേറ്റൻറ്റുള്ള ഒരു അക്കൗണ്ട് ഉൾപ്പെടുത്താൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് കംസ് അണ്ടർ ദ ഹെഡിങ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് അണ്ടർ ഡെവലപ്മെൻറ്റ്. ഇപ്പം നമ്മൾ ഈ ഫിക്സ്ഡ് അസറ്റിനെ നമുക്ക് ഇങ്ങനെ 4 വിഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യാം. ടാഞ്ചിബിൾ അസറ്റ്സ്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് അണ്ടർ ഡെവലപ്മെൻറ്റ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്കെല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.